തേയിലപ്പൊടി അതല്ല. എത്ര നേരം എടുക്കും? അയ്യോ എന്തോ നോക്കണം. അതൊക്കെ എണ്ണയ്ക്കകത്ത് മൂപ്പിക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ കുറേശ്ശെ കറിവേപ്പില, ഇത് ഉണക്ക കറിവേപ്പിലയായി പോയി. പച്ച കറിവേപ്പിലയാണെങ്കിൽ കൊള്ളാതിരിക്കും. അറിയില്ല. ഇച്ചിരി നമുക്ക് ഉള്ളി നമ്മൾ കുക്കറിനകത്തോട്ട് ഇടുക. ഇതെന്തിനാണെന്നറിയാമോ? പെട്ടെന്ന് നമ്മൾ ചീഞ്ചട്ടിക്കകത്തൊക്കെ ഉള്ളി വഴറ്റി കഴിഞ്ഞാൽ ഒത്തിരി സമയം വേണം. നമ്മളിങ്ങനെ കുക്കറിനകത്ത് ചെയ്യുക. ആ ഉള്ളിയും കൂടെ, ബാക്കി ഉള്ളിയും കൂടെ ഇട്ടെങ്കിലേ നമ്മുടെ കഞ്ഞി ആവശ്യത്തിനാകത്തില്ല. നമ്മൾ ഈ കുക്കർ അങ്ങ് അടച്ചു വെക്കണം. ഒരൊറ്റ വിസിലടിക്കുമ്പോൾ നമ്മൾ ഈ കുക്കർ അങ്ങ് ഓഫാക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരു കിലോ കൊണ്ടുവന്നാണോ പറഞ്ഞാ? ബാക്കിയുള്ള ചോറ് നാളത്തേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഏടി ജോസിന പപ്പ എന്താ രണ്ട് വിസിൽ വേണം ഇതാവാനേ. അത് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ഇതിങ്ങനെ ഇനിയുണ്ട് ക്യാരറ്റ്. ഇത് സലാഡാണ് നമ്മൾ ചെയ്യുന്നത്. ഞെരട്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഉപ്പ് ഇട്ടിട്ടാണ് ഞെരുടുന്നത്. ഇതാ അവസ്ഥ കേട്ടോ. പറഞ്ഞ എന്തോ കടം എടുക്കാൻ പോയോ? പെരുംജീരകം, ഗ്രാമ്പു അതിവിധം സാധനങ്ങൾ വാരി പറക്കിയിടുക. ചെറിയ ഓയിൽ തീ വെക്കുക. ഉള്ളിക്ക് മൊത്തം 3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ. ഫ്രൈഡ് റൈസ്. ഉപ്പ് എത്ര? 1 സ്പൂൺ ഉപ്പ് എന്നിട്ട് കൂട്ടി ഇളക്കുക. ഇതേപോലെ ഇത് നമ്മൾ എളുപ്പത്തിനാണ് ഇതിങ്ങനെ ഇട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇത് കുഞ്ഞാക്കണം.
ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കടിക്കുന്നത് കിട്ടി. ഉള്ളി ഉണ്ടോ നല്ല വഴന്ന് കെട്ടിയതുണ്ടോ. നമ്മളിതിനകത്തേക്ക് തക്കാളിപ്പഴം കൂടി ഇടുക. ഇതിനാവശ്യമായ മുളക് പൊടിയൊക്കെ മൂക്കല്ലല്ലോ. അല്പം കടുകിടുക. എത്ര ടീസ്പൂണാണ് മുളക് പൊടി? 3-4 സ്പൂൺ ഇടുക. നല്ല കൊഴുപ്പ് കിട്ടത്തു. ആദ്യം കടുകിട്ടു നമ്മൾ. അത് കഴിഞ്ഞിട്ട് പെരുംജീരകം, കറുവപ്പട്ട അങ്ങനെയൊക്കെ മസാലക്കൂട്ടുകൾ ഇട്ടു. എത്ര ടീസ്പൂൺ? 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ അത് കൂട്ടിയിട്ട് ഇളക്കുക. എനിക്ക് വേണ്ടുന്നത് മസാല പൊടിച്ച് അതിനകത്തോട്ട് മിക്സ് ചെയ്യുക. എന്നാൽ പിന്നെ അരകിലോട്ട് ഇട്ട് ചവയ്ക്കാം. ഞാൻ വരാം. അതൊക്കെ അതിനകത്ത് കിട്ടിയില്ലേ? ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഇനി എത്ര നേരം നിർത്തണം? അതൊരു 2 പീസ്. ഇനി ഒരു 2 വിസിലും കൂടി കാത്തിരിക്കാം. നമ്മുടെ അരിയിടാനുള്ളത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഉപ്പ് വിതറുകയാണ്. 1/2 ടീസ്പൂൺ. 1 ടീസ്പൂൺ. 1/2 ആയിട്ട് തൂങ്ങി. ഇതെത്ര? 1 കിലോ അരി. 1 കിലോ അരിയാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ കോഴി കഴുകി 4-5 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ ഈ കറിക്കകത്ത് നമ്മൾ ഇടുകയാണ്. ഫുള്ള് ഗ്രേവിക്കകത്ത് ഇടുകയാണ്. നേരത്തെ ഗ്രേവി എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചിക്കൻ കറി റെഡിയാകുന്നു. എത്ര മിനിറ്റ് കൊണ്ട്? 3 വിസിലാകുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. പിന്നെ അടുത്ത് നമുക്ക് ഫ്രൈഡ് റൈസ് അരി വേകാനുള്ള ടൈമാണ്. അത് എത്രയാണ്? അതും 2 വിസിലാണ്. ഇത് 3, ഇത് 2. കുക്കർ നമ്മൾ അടച്ചു. അങ്ങനെ കുക്കർ നമ്മൾ 2 അടച്ചു. ഇനി വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബീൻസ് ഇങ്ങനെ ചെരിഞ്ഞ് അരിയുകയാണ്. അങ്ങനെ ബീൻസ് അരിഞ്ഞിരിക്കുകയാണ്. ഇതിന് 4 എണ്ണമായി. അല്ല, ഇത് 3 വിസിലായി. അത്
കുറച്ച് അല്പം ഉപ്പിടുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് വഴറ്റുക. ഇത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുക. അണ്ടിപ്പരിപ്പ് സാധാരണ നെയ്ക്കാതെ എണ്ണ കാണിച്ചത്. മുന്തിരി അല്പം ഇടുകയാണ്. അങ്ങനെ മുന്തിരി മൂത്ത് വരികയാണ്. അങ്ങനെ നമ്മൾ മുന്തിരി വഴറ്റി മാറ്റിയിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇടുകയാണ്. അല്ല ഇത് കുഴിമന്തി മേടിച്ചാൽ എത്ര പേര് കഴിക്കാന്? ഒരു കുഴിമന്തി മേടിച്ചാൽ ഫുൾ കുഴിമന്തി മേടിച്ചാൽ 5 പേർക്ക് കഴിക്കാം. 750 രൂപ. ഗ്യാസ്, വെളിച്ചെണ്ണ, എല്ലാവരും നേരത്തെ ചെയ്യുമായിരുന്നു. അപ്പനാണെങ്കിൽ നേരത്തെ പഠിപ്പില്ലായിരുന്നു. മൊത്തം ഉള്ളത് ഒരു കവർ മതിയോ? ഇല്ലല്ലോ. ചൂടിനെ എടുക്കുകയാണ്. എത്ര എണ്ണം വേണം? മല്ലിയിലയും നമ്മൾ പുതിനയിലയും ഇത്ര എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യാണ് കുക്കർ. ചിക്കൻ്റെ ഏതാ ആ നീരാവി മണവും കപ്പലിടും. നെയ്യ് നമ്മൾ ഒത്തിരി ഒഴിച്ചതുകൊണ്ട് നെയ്യ് ഇട്ടില്ല. ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ തിരിച്ചോളൂ. TV കാണാൻ വേണ്ടി പോകാനുള്ള തിരക്കാണ്. അങ്ങനെ നമ്മുടെ സലാഡും റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഇച്ചിരി കൂടി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടണം. ഇത്രയുള്ള കാര്യങ്ങൾ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.